എസ് ജെ സഞ്ജീവ് ശരി ഞാൻ എസ് ജെ സഞ്ജീവ് താങ്കൾ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഈ കാര്യങ്ങളിൽ പലയാവർത്തി ഇടപെടുന്ന ആളാണ്. താങ്കൾക്ക് മേയർക്കും ജെ ആറിനൊക്കെ മറുപടി കൊടുക്കാൻ ഉണ്ടാകാം. പക്ഷേ എൻ്റെ ചോദ്യം ഒരു സാധാരണ മനുഷ്യൻ്റെ ഔത്സുക്യത്തിലെ ചോദ്യമാണ്. എസ് ജെ സഞ്ജീവ് ഇവിടെ DRM-നോട് ADRM സംസാരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നേവി വന്ന് റെയിൽവേ പാളം പൊളിക്കണമെന്ന് പറഞ്ഞാൽ പൊളിക്കോ ചോദിക്കുന്നുണ്ടായിരുന്നു. സൗകര്യപൂർവ്വം ADRM മറുപടി പറഞ്ഞിട്ടില്ല. സഞ്ജീവ് വീണത് ഈ പറയുന്ന പാമ്പ് പിടിച്ച മനുഷ്യനല്ല. ഒരു VIP ആണെങ്കിൽ രക്ഷാ ട്രീറ്റ്മെന്റ് ഇങ്ങനെയാവുമോ സഞ്ജീവ്? അല്ല, ഇപ്പൊ ഇവിടെ വീണത് സത്യം പറഞ്ഞ ഒരു പാവം ജോയി ആയതുകൊണ്ടാണ് ഇവര് പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തത്. പക്ഷെ അത് ഒരു പക്ഷേ ഈ പറയുന്ന 140 പേരിലൊരു MLA-യോ നമ്മളെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ എല്ലാം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നലെ തന്നെ ആ മനുഷ്യൻ ഒരു വലിയ കൂടിപ്പോയ 1 മണിക്കൂറിന് താഴെ തന്നെ ഈ സാധനം ഇവിടെ കറക്റ്റായി ക്ലിയർ ചെയ്യുമായിരുന്നു. ഇത് പക്ഷെ വെറും ഒരു പാവം ജോയി ആയിപ്പോയി. അതുകൊണ്ട് റെയിൽവേയും അത്രയും പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. ഈ പറയുന്ന നേതാക്കന്മാർ പിന്നെ ഇവരെല്ലാവരും വന്ന് അവിടെ ഇന്നലെ പാതിരാത്രി എല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നും മറ്റൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് മാത്രമേ അവിടെ ഇതുള്ളൂ. ബാക്കി ഇവരവിടെ ചെയ്തു എന്താ അവിടെ ചെയ്തിട്ട് പിന്നെ എന്താ കോർഡിനേഷൻ? ഇന്ന് രാവിലെ മാത്രമല്ലേ NDRF-ഉം പോലുള്ള എല്ലാ ടീമുകളും അവിടെ എത്തിയിട്ടുള്ളൂ. ഇവർ ഇന്നലത്തെ ദിവസങ്ങളിൽ ചെയ്യാൻ ഈ പറയുന്നവരെല്ലാം നേരത്തെ എത്തുമായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇതില്ല. പിന്നെ ഈ പറയുന്ന കത്തിന്റെ ബ്ലെയിമിങ്ങുകളിൽ കേൾക്കപ്പോഴത്തേക്ക് ഇതേപോലെ കത്തിൽ ഇതിപ്പോ നമുക്കൊരു കുറച്ച് സൗകര്യം ഈ പരിപാടി കഴിയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജില്ലാ കളക്ടറിനൊക്കെ നേരിട്ട് പോയി ചോദിക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. അങ്ങനെ ജില്ലാ കളക്ടറിന് കിട്ടുന്ന എല്ലാ കത്തുകളിലും ജില്ലാ കളക്ടറൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാറോ കൃത്യമായി നമ്മളെയൊക്കെ കേൾക്കാറോ ഹിയറിയോ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇപ്പോ കോർപ്പറേഷനിൽ അവിടെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അഥവാ കത്ത് കൊടുത്തു, ഉദ്യോഗസ്ഥർ കത്ത് കൊടുത്തു, നടപടി എടുത്തിട്ടില്ല. ഈ പറയുന്നത് 5-ാം മാസത്തിൽ കൊടുത്തു എന്നാ പറയുന്നത്. ഈ 5-ാം മാസത്തിൽ കൊടുത്ത കത്താണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മേയർ അടുത്ത് ഇത് ആരും അവതരിപ്പിച്ചില്ല. കാരണം ട്രിവാൻഡ്രത്തെ ഏറ്റവും ക്രിട്ടിക്കലാണ്. കാരണം ഏറ്റവും വലിയ മഴ പെയ്തത് മെയ് മാസത്തിലായിരുന്നു. ഈ മെയ് മാസത്തിൽ മഴ പെയ്ത സമയത്ത് ഇവിടെ ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ അഥവാ ഒരു കത്ത് കൊടുത്തു, അവർ റിപ്ലൈ ചെയ്തിട്ടില്ല. മേയറിന് എന്തുകൊണ്ട് മേയറിന് ഇന്നോവ കാറിലൊക്കെ ഉണ്ടല്ലോ, മേയറിന് നേരിട്ട് പോയി ഇവരെ കാണുന്ന എന്തെങ്കിലും ഇതുണ്ടോ? അല്ലെങ്കിൽ ഇവരെ വിളിച്ചു വരുത്തുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ മേയറിന്റേതായിട്ടൊരു കത്ത് കൊടുത്തിട്ടുണ്ടോ? ഉദ്യോഗസ്ഥർ കൊടുത്ത ഇതല്ല എന്നുള്ളൂ. മേയറാണോ കത്ത് കൊടുത്തിട്ടുള്ളത്? അപ്പൊ ഇതേപോലത്തെ സാധനമുണ്ട്. അതേപോലെ തന്നെ ജില്ലാ കളക്ടറിന് ദുരന്ത നിവാരണത്തിൽ പുള്ളി തുടർച്ചയായിട്ട് പരാജയം ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന എനിക്ക് നേരിട്ടുള്ള 3-4 കംപ്ലൈന്റ്സ് ഉണ്ട്. എനിക്ക് അത് ഞാൻ ഇതിന്റെ ഇടയിൽ കൂട്ടുന്നില്ല. പക്ഷെ എനിക്ക് നേരിട്ട് പറയാൻ പറ്റുന്ന 3-4 കാര്യങ്ങളുടെ ദുരന്ത നിവാരണ ചെയർമാൻ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ പരാജയം ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോ പിന്നെ മേയർ ഇത്രയും ഇത് പറയുമ്പോഴത്തേക്ക് മേയർ ചിന്തിക്കണം. മേയർ അവിടെ ഓഫീസിൽ വരുന്ന സമയത്ത് ഓഫീസിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വെറും നടന്നു വരുന്ന സ്ഥലത്താണ് ഈ ആമഴിഞ്ചൻ തോട് ഉത്ഭവിക്കുന്നത്. അത് ഏറ്റവും ശുദ്ധമായ ഇതായിട്ടാണ് ആമഴിഞ്ചൻ തോട് ഉത്ഭവിക്കുന്നത്. അപ്പൊ ഈ കേരളത്തിലെ മൊത്തം ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാര്യം ഇതൊന്നും മനസ്സിലാകത്തില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും തൊട്ടടുത്താണ് ആമഴിഞ്ചൻ തോട് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് വെറും ഒരു 3-4 മാക്സിമം പോയ ഒരു 5 കിലോമീറ്റർ, കാരണം ഇത് വളഞ്ഞു പോകുന്നതുകൊണ്ട് ഒരു 5 കിലോമീറ്റർ വേണമെങ്കിൽ വെച്ചോളൂ. ഈ 5 കിലോമീറ്ററിന്റെ അകത്തുള്ള എന്താ പറയുന്ന ഇതിനിടയിൽ ഇത് എങ്ങനെ കരിക്കട്ടയാവുന്നു? ഈ കരിക്കട്ടയാവുന്നു മാത്രമല്ല റിസർവ് മൊത്തം സ്ലാബാ സഞ്ജീവ്, മൊത്തം സ്ലാബാ എന്ന് പറഞ്ഞാൽ വഞ്ചൂർ കോടതിക്കകത്തൂടെ പോകുന്നു. ഞാൻ രാവിലെ ഡെയിലി നടക്കാൻ പോകുന്ന സ്ഥലമായിരുന്നു. കോടതിക്കകത്തൂടെ പോകുന്നതിനകത്ത് പോലും സ്ലാബിട്ട് മൂടിയേക്ക. അതല്ല ഇത് അതിന് പറയാനും എനിക്കുണ്ട്. അത് 2021 എനിക്ക് CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്ന് ഈ ആമഴിഞ്ചൻ തോട് സ്ലാബ് ഇട്ട് മൂടുന്നതായിട്ട് ബന്ധപ്പെട്ട് വഞ്ചീർ ബാബു എന്ന് പറയുന്ന പുള്ളി, നമ്മുടെ പഴയ സ്പീക്കർ MV ജയകുമാർ, അവിടുത്തെ വാർഡ് കൗൺസിലർ ആയിരുന്ന ഗായത്രി ബാബു, ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരു വലിയൊരു ക്യാമ്പയിൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. തോട് മൂടി റോഡാക്കണമെന്ന് പറഞ്ഞായിരുന്നു ബാനർ അവിടെ കുത്തിയിരുന്നത്. ആ ബാനർ അതിന്റെ ഫോട്ടോസ് എന്റെ ഉണ്ട്. തോട് മൂടി റോഡാക്കുന്ന പരിപാടിയായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ, ഒരു പോസ്റ്റർ ഇതുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോസ് വെച്ചിട്ട് തന്നെ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കംപ്ലൈന്റ് കൊടുക്കുകയും അതിന്മേൽ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് അതിനോട് ഹിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഒന്നും ചെയ്യത്തില്ല. കാരണം കേരളത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് കേരള സ്റ്റൈലാണ്, കേന്ദ്രത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കേന്ദ്ര സ്റ്റൈലാണ്. ഇപ്പൊ ഇവിടെ തന്നെ അടി എന്താണ്? ഇതിപ്പോ കേന്ദ്രത്തിന്റെ ആണോ കേരളത്തിന്റെ ആണോ ഈ ദുരന്തത്തിന്റെ പ്രശ്നം എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ അപ്പോഴും ഈ ജോയിയുടെ വിഷയത്തിൽ വലിയ ചർച്ചയുമല്ല. ഞാൻ ഈ പറയുന്ന പ്രാഥമികമായ കാര്യമാണ്. വെറും 3-4 കിലോമീറ്റർ കോർപ്പറേഷന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ആമഴിഞ്ചൻ തോട് എങ്ങനെ ഇവിടെ എത്തപ്പോഴത്തേക്ക് ഇത്രയും മലിനപ്പെട്ട് ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ മേയർ പറയുന്ന ഒരു സാധനം വെച്ചാൽ റെയിൽവേയുടെ കുറ്റമാണെന്ന് പറയുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പേ ചോദിക്കാനുള്ള ഒരു സാധനമുണ്ട്. ഈ ഇന്ത്യൻ ഓഫീസിന്റെ തൊട്ടപ്പുറത്ത് ഉപാസന എന്ന് പറയുന്ന അല്ലെങ്കിൽ ജുമാ മസ്ജിദ് ലൈൻ്റെ അകത്ത് അവിടെ നിന്ന് വരെ ഓപ്പൺ ആയിട്ട് വരുന്ന ഈ തോട് അവിടുന്ന് പിന്നെ സ്ലാബിന്റെ അടിയിലൂടെ KSRTC ഗ്യാരേജിന്റെ അകത്തുനിന്ന് വരുന്ന അവിടുന്ന് പിന്നെ ഈ റെയിൽവേയിലോട്ട് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പേയാണ് ഇന്നലെ പാരാത്രി മേയറോടെ ഉണ്ടായിരുന്നല്ലോ
12 മണിക്കും 1 മണിക്കും എല്ലാം അവിടെ നിന്ന് നമ്മൾ JCB ഇട്ട് ഈ സാധനം എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടുത്തെ സാധനം എടുത്ത് തീർന്നിട്ടില്ല. റെയിൽവേയിൽ പിന്നെയല്ലേ നിങ്ങൾ കയറിയത്, ഇന്നല്ലേ റെയിൽവേയിൽ എത്തിയത്. അതിന് തൊട്ടു മുമ്പേയുള്ള തമ്പാനൂർ റോഡിനോട് ചേർന്ന് RMSന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഓടയിൽ നിറഞ്ഞു കിടന്ന ആ 2 ഗ്രില്ലിന്റെ അത് അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന സാധനം, ആ നിറഞ്ഞു കിടന്ന സാധനത്തില് ഇന്നലെ രാത്രി അത് എടുത്തോട് തീർന്നിട്ടില്ല. അപ്പൊ ഈ സാധനം ഇവിടെ കറക്റ്റായിട്ട് ഒരു പ്രോംപ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് അടക്കി പറക്കി വെച്ചാൽ അല്ല, ഇവിടെ ഇത് വരാതിരുന്നാൽ മാത്രമല്ല റെയിൽവേക്കകത്ത് മാലിന്യം കയറാൻ. പിന്നെ ആ ഗ്രില്ല് ഇന്നലെ അവിടെ ഇട്ടിരുന്ന ഗ്രില്ലിന്റെ അകത്ത് തന്നെ നമ്മൾ ഇന്നലെ നിങ്ങളെ വിഷ്വൽസിൽ നോക്കിയാൽ മതി, ആ ഗ്രില്ലിന്റെ തന്നെ ഇഷ്ടംപോലെ ചോർന്ന് സാധനങ്ങൾ ഇതിന്റെ അകത്തോട് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് അവിടെ നിന്നും വരാം. ഇപ്പൊ റെയിൽ എന്ന് പറയുന്ന ആ വാട്ടറിന്റെ കാര്യം മാത്രമല്ലല്ലോ, സിറ്റിയിൽ നിന്നുള്ള മാലിന്യം ഇത്രയും തെർമോക്കോൾ.